ഹായ് ഫ്രണ്ട്സ്, നോഡ് ജേസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോഡ് ജേസിലെ ഒരു കോർ മൊഡ്യൂളായ ഇവൻസിനെ പറ്റിയാണ്. നോഡ് ജേസിൽ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്, അതായത് ബഫർ മൊഡ്യൂൾ, ഫയൽ സിസ്റ്റം മൊഡ്യൂൾ, അതുപോലത്തെ ഒരു കോർ മൊഡ്യൂളാണ് ഈ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു കസ്റ്റം ഇവൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒരു ഹായ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിനെ ട്രിഗർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യണം. അതായത് ചുമ്മാ ഒരു കൺസോൾ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ. അതായത് നിങ്ങൾ കസ്റ്റം ഇവൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാം. സാധാരണ നോഡ്ജസിൽ കുറച്ച് ഇൻബിൽട്ട് ആയിട്ട് ഇവന്റ്സ് ഉണ്ട്, അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഇൻബിൽഡ് ആയ ഇവന്റ്സ്, അതായത് ക്ലിക്ക്, ഓൺ മൗസ്, ഓവർ, അങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. അതേപോലെ നിങ്ങൾ കസ്റ്റം ആയിട്ടുള്ള ഒരു ഇവന്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സഹായിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഇവന്റ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ. നമുക്ക് ഇതിനെ എങ്ങനെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇവന്റ്സിനെ നമ്മൾ പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതിനുവേണ്ടി നമ്മൾ കോൺസ്റ്റ് ഇവന്റ്സ് ഈസ് ഈക്വൽ ടു റിക്വയർ ഇവൻറ്റ്സ്. നമ്മൾ ഈ നോഡ് ജേസിൽ റിക്വയർ വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സാധാരണ നമ്മൾ ആംഗുലറിലൊക്കെ ഇമ്പോർട്ട് ഈ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ഇവൻറ്റ്സ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നോഡ് ജേസിൻ്റെ കേസിൽ നമ്മൾ റിക്വയർ വെച്ചാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവൻറ്റ്സിൻ്റെ ഉള്ളൊരു ക്ലാസ് ഉണ്ട്, അതായത് ഇവന്റ് എമിറ്റർ എന്ന ക്ലാസ് ഉണ്ട്. അതിൻ്റെ നമുക്കൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് വേറൊരു ഒബ്ജക്റ്റിലോട്ട് ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതിന് വേണ്ടി ഞാനൊരു ലെറ്റ് എമിറ്റർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പേരിലൊരു വേരിയബിൾ കൊടുത്തു. എമിറ്റർ ഇവൻറ്റ്സ് ഈസ് ഈക്വൽ ടു ഇവൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ റിക്വയർ ചെയ്ത ഇവൻറ്റ്സ് ഡോട്ട് വെച്ചിട്ടുള്ള ഇവന്റ് എമിറ്റർ ക്ലാസ് ഇവന്റ് എമിറ്റർ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പോൾ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂ ഇവൻറ്റ്സ് ഡോട്ട് ഇവന്റ് എമിറ്റർ ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവന്റ് എമിറ്റർ വെച്ചിട്ട് ഈ എമിറ്റർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഒരു കസ്റ്റം ഇവൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു ഇത് പറഞ്ഞാൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ആ ഇവന്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ഇവന്റ് എമിറ്റർ ഇവന്റ് ഡോട്ട്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയും മെത്തേഡ്സ് ഇതിലുണ്ട്. ഓൺ, വൺസ്, പ്രീപെൻഡ്, റോൾ ലിസ്റ്റ്നെസ്. അതിൽ നമുക്ക് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓൺ കൊടുത്തിട്ട് അതിൽ ഈ ഓൺ നമുക്ക് രണ്ട് പാരാമീറ്ററിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ നിങ്ങൾക്ക് ഒരു കസ്റ്റം ഇവന്റ്, നിങ്ങൾക്ക് ഏത് ഇവന്റ് ആണ് വേണ്ടത് അതിന്റെ പേര് കൊടുക്കുക. എനിക്കിപ്പോൾ ഹായ് എന്ന് പറഞ്ഞ ഇവന്റ് ആണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഹായ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അടുത്ത് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ. നമുക്ക് നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പേരിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആരോ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഹായ് എന്ന് പറഞ്ഞ ഇവന്റിനെ ട്രിഗർ ചെയ്യുമ്പോൾ എനിക്ക് നടക്കേണ്ട ഒരു ആക്ഷൻ ഉണ്ട്. ഞാൻ ചുമ്മാ ഒരു കൺസോൾ ലോഗാണ് എൻ്റെ ആക്ഷൻ. ഹായ് ഇവന്റ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ ഇവന്റിനെ ഡിഫൈൻ ചെയ്തു. ഈ ഹായ് എന്ന് പറഞ്ഞ ഇവന്റ് ഇൻവോക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൺസോൾ ലോഗാണ് നടക്കേണ്ടത്. ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവന്റിനെ ശരിക്കും ഇൻവോക്ക് ചെയ്യണം, എമിറ്റ് ചെയ്യണം. നമ്മുടെ പ്രോജക്റ്റിനെ അറിയണം ഈ ഒരു ഹായ് എന്ന് പറഞ്ഞ ട്രിഗർ ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവന്റ് എമിറ്റർ ഡോട്ട് എമിറ്റ്. നമ്മൾ ഈ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ അതേ നെയിമിനെ ഇവിടെ കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ സിസ്റ്റത്തിന് അറിയത്തുള്ളൂ ഇത് എമിറ്റ് ആയതെന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോറി, നമ്മൾ സേവ് ചെയ്തില്ല. കണ്ടോ, ഹായ് ഇവന്റ് ട്രിഗേർഡ് എന്ന് പറഞ്ഞ കൺസോൾ എനിക്ക് കിട്ടി. അതായത് നമ്മളിവിടെ ഫസ്റ്റ് ഇവന്റിനെ ഡിഫൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഇവന്റ് എമിറ്ററിനെ ആ ഹായിനെ നമ്മൾ ഇൻവോക്ക് ചെയ്തു. ഇൻവോക്ക് ചെയ്തപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് ഈ കാൾ ബാക്ക് ഫംഗ്ഷൻ വർക്കായി ഈ കൺസോൾ ലോഗ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ വെച്ചാൽ എനിക്ക് വേണം ഈ ഇവന്റ്സ് വെച്ചിട്ട് നമുക്ക് പാരാമീറ്റേഴ്സിനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷനോട്ട് പാസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. എനിക്ക് ഒരു സം ഫംഗ്ഷനാണ് എനിക്കിവിടെ കിട്ടേണ്ടത്. അതായത് ഇവിടെ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഒരു സം ചെയ്ത റിസൾട്ടാണ് എനിക്ക് ഇവിടെ കൺസോൾ ലോഗിൽ വേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഹായുടെ ഇപ്പുറത്ത് നമുക്ക് ഒരു 10, 20 എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണം. അതായത് A, B എന്ന് പറഞ്ഞ പേര് ഞാൻ കൊടുത്തു. A, എന്ത് ചെയ്യണം, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്ലസ് ഞാൻ ചുമ്മാ ഒരു ലെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ A+B എന്ന് പറഞ്ഞ് കൊടുത്തു. കൺസോൾ ലോഗിൽ ഹായ്
result of dollar a plus dollar b equal to dollar result. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതാണ് ഇത് ബാക്ക് ടിക്ക് എന്ന് പറയും. അതായത് ഇതിപ്പോൾ സ്ട്രിങ്ങും നമ്മുടെ ഈ വാരിയബിളും ഒക്കെ കൂടെ ഒന്നിച്ച് ഒരു കൺകാറ്റൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബാക്ക് ടിക്ക് കൊടുക്കുക, എസ്കേപ്പ് കീവേഡ് നേരെ അടിയിലത്തെ ഒരു കീവേഡാണ് ഈ ബാക്ക് ടിക്ക് കീവേഡ്. അത് കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്ട്രിങ് എഴുതുക, എന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ടോ, ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ആണ് നമുക്ക് ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോളർ സിമ്പിൾ കൊടുക്കുക, എന്നിട്ട് രണ്ട് കേളി ബ്രാക്കറ്റിനുള്ളിൽ എ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള സ്ട്രിങ് നിങ്ങൾക്ക് സാധാ സ്ട്രിങ് പോലെ എഴുതാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേരിയബിൾ വേറെ വേരിയബിൾ ബൈൻഡ് ചെയ്യണമെങ്കിൽ അതേപോലെ ഡോളർ കൊടുക്കുക, രണ്ട് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കേണ്ട വേരിയബിൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രിങ്ങിന്റെ കൂടെ ഈ വേരിയബിൾസ് എല്ലാം പ്രിന്റ് ചെയ്ത് വരും. നമുക്കത് വരുന്നുണ്ടോ ഇല്ല നോക്കാം. നേരെ നോഡ് ഇവന്റ് മെത്തേഡ് കൊടുത്തു, കണ്ടോ ഹായ് റിസൾട്ട് ഓഫ് 10 + 20 = 30 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മളിവിടെ കൊടുത്ത രണ്ട് പാരാമീറ്റർ ഉണ്ട് റിസൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഇവന്റ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടി. സോ നമുക്ക് ഇങ്ങനെ ഈ കസ്റ്റം ഇവന്റ്സ് നമുക്ക് ഇങ്ങനെ ഒരുപാട് ട്രിഗർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം ഇവന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവന്റ്സിനെ പറ്റിയുള്ള നമ്മളൊരു ബേസിക് ഐഡിയ തന്നാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.